കാരണം നിങ്ങൾ ഈ പറയുന്ന നിയമം ഇപ്പൊ രാഹുൽ ഈശ്വർ ഇത് പറയുമ്പോൾ ഇതിന്റെ ചരിത്രവും ഇതുപോലെ കുറെ ഗാന്ധിജീനെ തെറി വിളിച്ചാലൊക്കെ ഇതങ്ങ് മാറുന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും മാറില്ല. ഇതിന്റെ ചരിത്രം എന്താ? ഈ പറയുന്ന ഈ മതനിന്ദാ നിയമം ഇന്ത്യയിൽ വന്നത് അള്ളാഹുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ ഇവിടെ ഒരു ശിവനെയോ കൃഷ്ണനെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പറയുന്ന മതനിന്ദാ നിയമം ഇവിടെ ആദ്യം കണ്ടുപിടിച്ചത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ മതനിന്ദാ നിയമം വേണമെന്നും അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും രക്ഷിക്കണമെന്നും പറയുമ്പോൾ ഇത് സനാതന ധർമ്മത്തിന് പോലും ഇല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. ആ സാധനമാണ് വേണമെന്ന് ഈ രാഹുൽ ഈശ്വർ പറയുമ്പോൾ സത്യത്തിൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാ? അത് ജിഹാദികളുടെ ശബ്ദമാണ്. അത് എന്റെയും ചേട്ടന്റെ ശബ്ദം ഒരേപോലെയാണെന്നുള്ള തോന്നൽ അവിടെ ഉണ്ടാക്കുന്നു. രാഹുൽ ഈശ്വർ ഒരു ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ആ പണി നിർത്തുക. ഇതൊക്കെ നമ്മൾ കുറെ ആയി കാണുന്നു രാഹുലെ. ഈ പണിയൊക്കെ നമ്മൾ കുറെ ആയി കാണുന്നു. ആ പണി നിർത്തുക. എന്നിട്ട് ഇനി മതനിന്ദാ നിയമത്തിനെതിരെ പറയാൻ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള RV ബാബുവിനും ഷാബുവിന് പോലും മതനിന്ദക്കെതിരെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ പുരോഗമനം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചെയ്യുന്നത് ജിഹാദിത്തരമാണ്. നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ജിഹാദി കൂട്ടിക്കൊടുപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഗോഡ്സെ ചെയ്തത് തെറ്റാണ്. പക്ഷെ ഇവിടെ ഈ നടക്കുന്നതും വലിയ തെറ്റാണ്. അപ്പൊ അത് ഇനിയെങ്കിലും മനസ്സിലാക്കാം. ഓക്കെ, അത് കൂട്ടിക്കൊടുപ്പ് തന്നെയാണ്. അതും കൂട്ടിക്കൊടുപ്പാണ്. രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നതും കൂട്ടിക്കൊടുപ്പാണ്. രണ്ടും കൂട്ടിക്കൊടുപ്പാണ്. ഓക്കെ, രണ്ടും കൂട്ടിക്കൊടുപ്പാണ്. രണ്ടും കൂട്ടിക്കൊടുപ്പാണ്. രാഹുൽ ചെയ്യുന്നതും കൂട്ടിക്കൊടുപ്പാണ്, ഗോഡ്സെ ചെയ്തതും കൂട്ടിക്കൊടുപ്പാണ്. ഒരു സംശയമില്ല. ഓക്കെ, ഒന്ന് ഹിന്ദുത്വ കൂട്ടിക്കൊടുപ്പാണെങ്കിൽ ഇവിടെ രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിഹാദി കൂട്ടിക്കൊടുപ്പാണ്. അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ.